ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്നതിനിടെ മരണസംഖ്യ 2000 കടന്നതായി റിപ്പോർട്ടുകൾ. പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നുവെന്ന് ആരോപിച്ച് ഇറാനെതിരെ സൈനിക സാമ്പത്തിക ഭീഷണികളുമായി അമേരിക്ക. അതേസമയം അമേരിക്കൻ ഇടപെടലിനെതിരെ ഇറാൻ സർക്കാർ ശക്തമായി രംഗത്ത് വന്നു. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ഇറാനിൽ ഉയർന്ന പ്രക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. ഭരണമാറ്റം ആവശ്യപ്പെട്ടുയർന്ന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും അടക്കം നിരവധി രാജ്യങ്ങൾ രംഗത്തുവന്നു. പിന്നാലെ ടെഹ്റാനിലുള്ള ഈ രാജ്യങ്ങളുടെ നയതന്ത്രജ്ഞരെ ഇറാൻ പുറത്താക്കി. പ്രക്ഷോഭം രക്തരൂക്ഷിതമായി മാറിയാൽ വലിയ തോതിലുള്ള സൈനിക ഇടപെടൽ നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. ഒപ്പം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ മേൽ 25% തീരുവ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണത്തിലായെന്നും അക്രമത്തിന് പിന്നിൽ ഇസ്രായേലും USുമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞു. തിങ്കളാഴ്ച ഇറാനിലെ വിവിധ നഗരങ്ങളിൽ സർക്കാർ അനുകൂല മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. 10,000 അണിനിരന്ന റാലികളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. US ഇടപെടലിന് വഴിയൊരുക്കാനാണ് സമരം അക്രമാസക്തമാക്കുന്നതെന്നും അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ US സൈനിക താവളങ്ങളിലും ഇസ്രായേലിലും ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെടുന്നതിനെ ശക്തമായി അപലപിച്ച് റഷ്യയും തുർക്കിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.